ഹായ് വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ഭാഗമാണ് ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം. പഠിക്കാം, വേഗം കിടക്കുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം ഏതാണോ വരുന്നത്, ഏത് ചിത്രമാണ് ഉണ്ടാവുക, എടുത്ത് വരയ്ക്കേണ്ടതായിട്ടുണ്ടാവും. സോ നേരെ ആ കോൺകേവ് മിറർ എടുത്ത് വരയ്ക്കുക, കോൺവെക്സ് ആണെങ്കിൽ എടുത്ത് വരയ്ക്കുക. ശേഷം നിങ്ങളിതാ നമ്മുടെ മുഖ്യ അക്ഷം പ്രിൻസിപ്പൽ ആക്സ് വരയ്ക്കുക. ശേഷം സിയും എഫും അടയാളപ്പെടുത്തി വെക്കുക. ഇവിടെയാണ് പലരും തെറ്റിക്കാറുള്ളത്. തെറ്റിക്കരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫിൽ നിന്നും പിയിലേക്കുള്ള അകലം നിങ്ങൾ 5 എടുക്കുകയാണെങ്കിൽ ഇതും എന്തായിരിക്കണം? 5 തന്നെ ആയിരിക്കണം. ഇനി ഈ അകലം 4 ആണെങ്കിൽ ഇത് 4 ആയിരിക്കണം, 2 ആണെങ്കിൽ ഇത് 2 ആയിരിക്കണം. സംശയമില്ലല്ലോ, കൂടുതലേക്ക് കിടക്കേണ്ട കാര്യമല്ല, വളരെ സിമ്പിളാണ്. ശേഷം നമ്മൾ ആദ്യത്തെ റേ ഡയഗ്രം വരയ്ക്കുകയാണ്. നമ്മളിവിടെ വസ്തുവിന് വെച്ചിട്ടുണ്ട്. വസ്തു എവിടെയാണ്? സിക്ക് അപ്പുറത്താണ് അല്ലേ? സിക്ക് അപ്പുറത്താണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് എന്ത് വരയ്ക്കണം? ലൈറ്റ് റേ വരയ്ക്കണം അല്ലേ? ദ ലൈറ്റ് റേ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ നേരെ വരയ്ക്കുക. സമാന്തരമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കേണ്ടതുണ്ട്. നേരെ വരയ്ക്കുക. എന്ത് ചെയ്യും? അത് ഫോക്കസിലൂടെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു ലൈറ്റ് റേ പോവാം. രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മൾ ഇതിൽ വരയ്ക്കണം, ഫോക്കസിലൂടെ വരയ്ക്കണം. നിങ്ങൾ ഫോക്കസിൻ്റെ ബിന്ദു കറക്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. ശേഷം അത് തട്ടി തിരിച്ചു വരികയാണ് ചെയ്യുക. ഞാൻ വരയ്ക്കുന്നത് കൺസെപ്റ്റ് മാത്രമാണ്. എൻ്റെ വരയ്ക്ക് ചില എന്താ പറയുക, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. സമാന്തരമായിട്ട് തന്നെ വരയ്ക്കണം. കൺസെപ്റ്റ് മാത്രം നമ്മൾ അവതരിപ്പിക്കുന്നത് കേട്ടോ. സോ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ വസ്തുവിൻ്റെ പ്രതിബിംബം എവിടെയാണ് കിട്ടുക? ഈ കൂട്ടിമുട്ടുന്ന എവിടെയാണോ അവിടെയാണ് കിട്ടുക. എല്ലാ റേ ഡയഗ്രവും ഒന്നും എല്ലാവർക്കും കൺഫ്യൂഷനൊന്നുമില്ല. പക്ഷേ ചില റേ ഡയഗ്രം കൺഫ്യൂഷനാണ്. പക്ഷെ നമ്മളെല്ലാം പഠിക്കാനുള്ള ഉദ്ദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെയാണ് 2 ലൈറ്റ് റേസ് തമ്മിൽ കൂട്ടിമുട്ടുന്നത്. സോ കൂട്ടിമുട്ടുന്നത് ബിന്ദുവിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, വസ്തുവിൻ്റെ ഹെഡിൽ നിന്നുമാണ് ലൈറ്റ് റേ വരുന്നത് അല്ലേ? വസ്തുവിൻ്റെ തലേന്നല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടിമുട്ടുന്ന ബിന്ദു എവിടെയാണോ ആ ബിന്ദുവിലേക്കാണ് വസ്തുവിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ വരുന്നത് അല്ലേ? ആ ലൈറ്റ് റേ എവിടെയെങ്കിലും എത്തുക. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും എന്ത്? ഹെഡ്. അപ്പം തലതിരിഞ്ഞ, തല കീഴായ, ഇൻവേർട്ടഡ് ആയ ഇമേജാണ് കിട്ടുന്നത് മനസ്സിലാക്കി വെക്കുക. പിന്നെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വസ്തുവിൻ്റെ സൈസ് വലുതും പ്രതിബിംബം എന്താണ്? ചെറുതുമാണ് അല്ലേ? പ്രോപ്പർട്ടിക്ക് അറിയാലോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്, ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അത് പഠിച്ചു വെക്കുക. ഇനി സിയിലുള്ള ഈ ഒരു പ്രതിബിംബ രൂപീകരണം, ഇതാണ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്തു വെക്കുക. ട്രിക്കാണ് പറയുന്നത് കേട്ടോ. സോ നിങ്ങളിതാ ഈ ഒരു വസ്തു വരച്ചതിന് ശേഷം വസ്തുവിൻ്റെ ഹൈറ്റ് അങ്ങോട്ട് മെഷർ ചെയ്യുക. ഒരു 2 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററോ ഒക്കെ ഉള്ളൊരു വസ്തുവിൻ്റെ ഹൈറ്റ് അങ്ങോട്ട് മെഷർ ചെയ്താൽ മതി. അതായിട്ട് വരച്ചാൽ മതി. ശേഷം ഇതേ ഹൈറ്റിൽ എന്ത് ചെയ്യുക? നിങ്ങൾ താഴോട്ടേക്ക് ഒരു പ്രതിബിംബം അങ്ങ് വരച്ച് വെക്കുക. ഓക്കെ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ വരച്ച് വെച്ചാൽ ശരിയാവോ? വരച്ച് വെച്ചാൽ ശരിയാവും. വരച്ച് കിട്ടിയിട്ട് ശരിയായിട്ട് നല്ലതാണ് എന്ത്? ആദ്യമേ വരച്ചങ്ങൾ വെക്കണേ കേട്ടോ. ശേഷം എന്ത് ചെയ്യുക? ഫസ്റ്റ് ലൈറ്റ് റേ നേരെ അങ്ങോട്ട് വരയ്ക്കുക. മുഖ്യക്ഷം സമാന്തരമായിട്ട് വരയ്ക്കുക. പാരലായിട്ട് വരയ്ക്കുന്നു. നേരെ ഇങ്ങനെ പോകുന്നു. ഫോക്കസ് കൂടി ഇതാ ഇങ്ങനെ ലൈറ്റ് റേ വന്നതിന് ശേഷം നേരെ എവിടെ എത്തണം? ഇങ്ങനെ തന്നെ ആയിട്ട് വിട്ടണം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ലൈറ്റ് റേ നിങ്ങളിതാ നേരെ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് എവിടെ തന്നെ കിട്ടും? ഉറപ്പായിട്ട് ഇവിടെ തന്നെ കിട്ടും. നിങ്ങൾക്ക് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ബിന്ദു തന്നെ കിട്ടും. ആ ഹൈറ്റ് തന്നെ കിട്ടും. കണ്ടോ? ഏകദേശം ഇവിടെ തന്നെ കുട്ടി മുട്ടുന്ന രീതി തന്നെ വരച്ചെടുക്കണം. നിങ്ങളോട് ആരും വരയ്ക്കുന്ന രീതി ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ എന്ത് മനസ്സിലാക്കണം? ഇത് എവിടെ കിട്ടണം കേട്ടോ. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് വെച്ചോളണം. കുട്ടിക്ക് വസ്തുവും അല്ലെങ്കിൽ വസ്തു സീല് വെച്ചപ്പോൾ പ്രതിബിംബ സീല് കിട്ടിയോ എന്ന് മാത്രമേ ആരും നോക്കുള്ളൂ? ഇൻവിജിലേറ്റർ നോക്കുള്ളൂ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം വരച്ചിരിക്കരുത്. നിങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് വരയ്ക്കുന്നത് തന്നെ ഈ രീതിയിൽ ഇത് ഒരുപാട് തവണ വരയ്ക്കും. കാരണം 1 സെൻറ്റിമീറ്റർ മാറിയാൽ, 1 ഇഞ്ച് മാറിയാൽ എന്ത് സംഭവിക്കും? ഈ പോർഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പ്രതിബിംബം അവിടെങ്കിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇമേജ് ഫോർമേഷൻ കിട്ടും. കള്ളത്തരമാണ്, പക്ഷേ നമുക്ക് മാർക്കാണ് പ്രധാനം കേട്ടോ. സോ അങ്ങനെ പഠിച്ചു വെക്കുക. സീൽ വെച്ച സീൽ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് സെയിം സൈസ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത പിന്നെ വരുന്നത് എവിടെ നിന്നാണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമ്മൾ വെക്കുന്നത് അല്ലേ? സോ നേരെ ലൈറ്റ് റേ വരയ്ക്കുക.
ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാം. രണ്ടാമത്തെ ലൈറ്റ് റേ ഫോക്കസ് കൂടെ ഇങ്ങനെ വരയ്ക്കുക. അതിങ്ങനെ പോയിട്ട് ഇതാ സീൻ്റെ അപ്പുറത്ത് കൊണ്ട് കൂട്ടിമുട്ടും. അപ്പോൾ നേരെ വരച്ചേക്കുക. വളരെ സിമ്പിളാണ് ഇതൊക്കെ. സോ ഇഫ് യു പ്ലേസ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വേർ വി ഗെറ്റ് ദ ഇമേജ് ബിയോണ്ട് സി ആണ് കിട്ടുക. വലുതാണ് കിട്ടുന്നത് അല്ലേ. സിയിൽ വെക്കുമ്പോഴാണ് ഒരേ സൈസ് വരിക. സിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇമേജ് ഫോർമേഷൻ എങ്കിൽ എന്താ കിട്ടുക? ചെറിയ പ്രതിബിംബമാണ് കിട്ടുക. പക്ഷേ സി നകന്നു പോകുമ്പോഴോ വലിയ പ്രതിബിംബമാണ് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. സോ എൻലാർജ്ഡ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, ഫോർമഡ് ബിയോണ്ട് സി ആണ്. പഠിച്ചു വെക്കുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജ് ഫോർമേഷൻ. പല കുട്ടികൾക്കും സംശയമുള്ള ഭാഗം ഇനിയാണ് വരാൻ പോകുന്നത്. സോ എഫിലാണ് നമ്മൾ വസ്തു വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ലൈറ്റ് റേ നമ്മൾ മുഖ്യ അക്ഷം സമാന്തരമായിട്ട് വരയ്ക്കുന്നു. ആ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? നേരെ ഫോക്കസിലൂടെ അങ്ങോട്ട് പോവാണ് ചെയ്യുക. രണ്ടാമത്തെ ലൈറ്റ് റേ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതാ സിയിലൂടെ വരയ്ക്കാം, എളുപ്പമാണത്. പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ വരച്ചോളൂ. കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ആദ്യം വരച്ച് വെച്ചേക്കുക. സിയിലൂടെ പോകുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും? സിയിൽ കൂടി തന്നെ തിരിച്ചു പോകുന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ രണ്ട് ലൈറ്റ് റേയും എങ്ങനെയാണ് പോവുക? പരസ്പരം സമാന്തരമായിട്ട് പോവും, പാരലായിട്ട് പോവും. ഇനി അതല്ലെങ്കിൽ ഏത് ലൈറ്റ് റേ വരയ്ക്കാം? ഇതാ ഇങ്ങനെ വരയ്ക്കാം. നേരെ പോളിലേക്ക് വരയ്ക്കാം. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. പോളിൽ വരുന്ന ഈ ആംഗിള് കറക്റ്റായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയാണ് വരിക. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ട് ലൈറ്റ് റേ ഏതൊക്കെയാ? ഈ രണ്ട് ലൈറ്റ് റേസ് ഇവരെങ്ങനെയാണ് പോവുക? സമാന്തരമായിട്ട് പോവേണ്ടതുണ്ട്. സോ ഫോക്കസിൽ വെക്കുമ്പോൾ രണ്ട് ലൈറ്റ് റേസും സമാന്തരമായിട്ടാണ് തിരിച്ചു പോവുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ മറ്റൊരു കാര്യം പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇവിടെ ലൈറ്റ് റേസ് തമ്മിൽ കൂട്ടിമുട്ടില്ല. കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടും? ഇൻഫിനിറ്റിയിൽ, അനന്തതയിൽ കിട്ടും. നമ്മൾ പറഞ്ഞു വെക്കാം. അതിന് ഒരുപാട് കാരണമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഒരു ലൈറ്റ് റേസ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ നമുക്ക് പൊസിഷൻ കിട്ടുകയാണ് ചെയ്യാം. ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല, കൂട്ടിമുട്ടുന്ന ബിന്ദുവില്ല. അതിൻ്റെ അർത്ഥം എവിടെയാണോ ഇമേജ് എക്സാക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക അത് നമുക്കറിയില്ലെന്നതിൻ്റെ അർത്ഥം. കൂട്ടിമുട്ടിയത് എവിടെയാണോ അവിടെയാണ് പ്രതിബിംബം. ഇവിടെ കൂട്ടിമുട്ടുന്നില്ല, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. അതാണ് കൺസെപ്റ്റ്. ഇൻഫിനിറ്റിയിലാണ് അല്ലെങ്കിൽ അനന്തത. അതിൻ്റെ മീനിങ് എന്താണ്? അങ്ങ് ദൂരമല്ല, എവിടെ വേണമെങ്കിലും ഉണ്ടാവുന്ന കൺസെപ്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇമേജ് ഫോർമഡ് അറ്റ് ഇൻഫിനിറ്റി ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, അതേപോലെ ഹൈലി എൻലാർജ്ഡ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിക്കാൻ സാധ്യത കൂടിയ ഇമേജ് ഫോർമേഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ലൈറ്റ് റേ നമ്മൾ പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് ഇതാ കറക്റ്റായിട്ട് ഫോക്കസ് കൂടി റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ലൈറ്റ് റേ നിങ്ങൾക്ക് ഇതിലെ വേണമെങ്കിലും വരയ്ക്കാം. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്ന് നേരെ സിയിലേക്ക് വരയ്ക്കാം. കേട്ടോ, ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഒറ്റ ലൈറ്റ് റേ മാത്രം വരച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ട് ലൈറ്റ് റേയും ഡൈവേർജ് ചെയ്താണ് പോകുന്നത്, പരസ്പരം അകന്ന് പോവുകയാണ്. ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതൊരു ബൾബാണെന്ന് വിചാരിക്കൂ. ഈ ബൾബിൽ നിന്ന് ലൈറ്റ് പോവുക എങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ ലൈറ്റ് പോവുക. സോ ഈ രണ്ട് ഡൈവേർജ് ലൈറ്റ് റേ ഞാൻ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ബൾബിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ബൾബിൽ നിന്നും വരിക നമ്മൾ കൺസെപ്റ്റ് എടുക്കാമല്ലോ. സോ രണ്ട് പരസ്പരം അകന്നു പോകുന്ന പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിൽ നിന്നും വരുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീട്ടി വരച്ചിട്ടതാ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നീട്ടി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ണാടിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് ഫോർമേഷൻ കിട്ടുകയാണ് ചെയ്യുക. ഒന്നെങ്കിൽ ഇത് വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതാ വരയ്ക്കേണ്ടത്? ഇങ്ങനെ വരയ്ക്കാം. നേരെ പോളിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ആംഗിൾ. അപ്പോൾ ഡൈവേർജ് ഇങ്ങനെ പോകും. സോ ഇത് നമുക്ക് എവിടെ തന്നെ കിട്ടും? ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ഇതും അതേ ബിന്ദുവിൽ തന്നെ കൂട്ടിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ? ശേഷം എന്ത് ചെയ്യുക? നേരെ ആ വസ്തുവിനെ നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഖ്യ അക്ഷം നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പ്രതിബിംബം ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ നമ്മൾ പഠിച്ച കാര്യമാണ്, വസ്തുവിൻ്റെ ഹെഡിൽ നിന്നുമാണ് അല്ലേ, തലയിൽ നിന്നുമാണ് ലൈറ്റ് റേ പോകുന്നത്. അതുകൊണ്ട് കൂട്ടിമുട്ടുന്നത് എവിടെയാണോ അവിടെയാണ് എന്തുണ്ടാവുക? തല ഉണ്ടാവുക.
ഇത് മാത്രം എന്ത് ഇമേജ് ആണ്? ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു വിർച്വൽ ആണ്, അല്ലെങ്കിൽ മിഥ്യാപ്രതിബിംബമാണ്. സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ഇമേജ് ഫോർമേഷൻ കൂടിയുണ്ട്. അതേതാണ്? അറ്റ് ഇൻഫിനിറ്റി. ഇത് ഫോക്കസ് വയ്ക്കാൻ വേണ്ടി ചോദിക്കുന്ന കാര്യം. നിങ്ങൾ ഇൻഫിനിറ്റി വരയ്ക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ പരമാവധി ലോങ്ങിൽ വരച്ചിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പൽ ആക്സിസ് നീട്ടി വരച്ചാൽ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലെത്തൂലേ, ആ രീതി വരച്ചു വയ്ക്കണം. ഓക്കെ, സോ ഇതാണ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. കോൺകേവിൻ്റെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണ് വരുന്നത്. ശേഷം എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒബ്ജക്റ്റിൻ്റെ ഹെഡെന്നും അതേപോലെ ടെയിലെന്നും, അതായത് നേരെ ഇവിടുന്ന് ഒരു ലൈറ്റർ ഇങ്ങനെ വരയ്ക്കുക, പാരലായിട്ട് വരുന്നു, ഫോക്കസ് കൂടെ പോകുന്നു. ഇവിടുന്ന് വരയ്ക്കുക, അതും ഫോക്കസ് കൂടെ പോകുന്നു എന്നാണ് കൺസെപ്റ്റ്. സോ ഫോക്കസ് നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ഇനി നമുക്ക് കോൺവെക്സ് ഒന്നും പഠിക്കാം. കോൺവെക്സ് എക്സാമിന് ചോദിക്കാറില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ധാരണ വെക്കേണ്ടതുണ്ട്. കാരണം പ്രോബ്ലമൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായി ധാരണ വരേണ്ടതുണ്ട്. കോൺവെക്സ് ആവുന്ന സമയത്ത് ഒറ്റ കാര്യം ചെയ്താൽ മതി. പിന്നെ കോൺവെക്സിൻ്റെ ഇതാണ് കോൺവെക്സിൻ്റെ പ്രത്യേകത. എന്താണ്? കോൺവെക്സിൻ്റെ ഉള്ളിലാണ് ഫോക്കസ് സെൻറ്ററൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ മുഖ്യ അക്ഷരങ്ങൾ നീട്ടി വരയ്ക്കണം. ഇത് ഓൾറെഡി ഇല്ലല്ലോ. മുഖ്യ അക്ഷരം മനസ്സിലാക്ഷം എവിടെയുള്ളത്? കണ്ണാടിക്കുള്ളിലുള്ളത്. അവിടെ നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കും കേട്ടോ. ഇങ്ങനെ നീട്ടി വരച്ചതിന് ശേഷം ഒബ്ജക്റ്റിൻ്റെ ഹെഡെന്ന് ലൈറ്റർ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് കണ്ണാടി ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഒറ്റ പോക്ക് പോകും, ലൈറ്ററെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് എ ലൈറ്ററെ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വാട്ട് ഹാപ്പൻ? ഇറ്റ് റിഫ്ലക്റ്റഡ് ത്രൂ ദ ഫോക്കസ്. അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നിരുന്ന പ്രകാശരശ്മികൾ ഫോക്കസിലൂടെ കടന്നു പോകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ലൈറ്ററെയാണ് പ്രധാനപ്പെട്ടത്. അത് നമ്മൾ സിയിലേക്കാണ് വരയ്ക്കുക മക്കളെ. സോ നേരെ ഇവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. നേരെ സിയിലേക്ക് വരച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിയിലേക്ക് വരയ്ക്കുന്ന ലൈറ്ററേസ് എന്താവുന്നില്ല, ഡീവിയേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിയിൽ കൂടെ തന്നെ അങ്ങ് ഒറ്റ പോക്ക് അങ്ങോട്ട് പോവുക ചെയ്യുക. ഒറ്റ ലൈറ്ററേ വരയ്ക്കേണ്ടതുള്ളൂ. സോ കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണോ അവിടെ നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. സോ ഇവിടെ കൂട്ടിമുട്ടുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഹെഡ്. കൂട്ടിമുട്ടുന്നത് നമ്മൾ ഹെഡ് വരയ്ക്കേണ്ടതുണ്ട്. സോ ഇത് എന്താ കിട്ടുക? ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക അല്ലേ? പക്ഷെ എന്താണ്? ഡിമിനിഷ്ഡ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ ഇത്രയും ഇമേജ് ഫോർമേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. ഇതിലൊന്ന് എക്സാമിന് ഉറപ്പാണ് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് ഉണ്ട്, കൃത്യം 7 മണിക്ക് എല്ലാവരും വരിക. അടിപൊളിയായിട്ട് പഠിക്കാം. ഞാനും ഉണ്ട്, സ്റ്റേബിൾ സാറും ഉണ്ട്. അടിച്ച് പൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം. സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.